എല്ലാവരും ക്രിക്കറ്റ് കളി കണ്ട ആവേശത്തിലും ആലസ്യത്തിലുമായിരിക്കും. നമ്മൾ 300 ദിവസം പിന്നിടുകയാണ്. ഓരോ ദിവസവും വളരെ വൈബ്രൻ്റായി വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടും രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടും പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. 3-4 ദിവസം മുമ്പ് ഇവിടെ ജർമ്മൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവർ വെറുതെ വന്നതാവില്ല എന്ന് കൃത്യമായും സെയിലിംഗ് കമൻട്രി പറയാൻ ശ്രമിച്ചു. പല പ്രേക്ഷകരും അതേ വികാരം തന്നെയാണ് പുറപ്പെടുവിച്ചത്. ഇപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. എന്തുകൊണ്ടാണ് അവർ വന്നതെന്ന് നമുക്ക് ഈ റിപ്പോർട്ട് കഴിയുമ്പോൾ മനസ്സിലാകും. അവരുടെ ചാൻസലർ, ജർമ്മൻ ചാൻസലർ ഒക്ടോബറിൽ ഇന്ത്യ സന്ദർശിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള, പുതിയ സ്ഥലങ്ങളെക്കുറിച്ച്, കയറ്റുമതി സാധ്യത, ഇറക്കുമതി സാധ്യത ഇവയൊക്കെ പഠിക്കാനാണ് അവർ വന്നത്. ഇത് ആരെങ്കിലും നമ്മളോട് പറയുന്നതല്ല. ഈ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും. കുറേ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും, ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒലോഫ് ഷോൾസ്, അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണ്, ഒലോഫ് ഷോൾസ്, ജർമ്മൻ ചാൻസലറാണ്. ഓൺ ഷോൾസ് അജണ്ട ഇൻ ഒക്ടോബർ will be discussions around India's trade deal with the European Union, climate change, and more investments from Germany. നമ്മളിപ്പോൾ ഈ കൂടുതൽ പഠിക്കുമ്പോഴാണ് എത്രത്തോളം ജർമ്മനിയും ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട്, ജർമ്മൻകാർ എങ്ങനെയാണ് ഇന്ത്യയെ കാണുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള വരികളിലൂടെ മനസ്സിലാകും. About 2000 German firms operate in India. പുതിയ അറിവാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവാണ്. 2000 സ്ഥാപനങ്ങൾ, ജർമ്മൻ സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. About 2000 German firms operate in India, employing as many as 750,000 locals. ഇവിടെ കേരളത്തിൽ നമുക്ക് നോക്കാം, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒന്ന് ടെക്നോ പാർക്കാണ്. 1 ലക്ഷം ആയിട്ടില്ല. ഒരു 75,000-80,000 എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ 7.5 ലക്ഷം പേർ ജർമ്മൻ സ്ഥാപനങ്ങൾ, 2000 സ്ഥാപനങ്ങളിലായി ഇന്ത്യയിൽ മാത്രം ജോലി ചെയ്യുന്നു. എംപ്ലോയിങ് ആസ് മെനി ആസ് 750,000 locals, with many of the business considering expanding investment in India to take advantage of its large market size and fast growing economy. ഇതൊക്കെ നമ്മൾ കാണാപാഠം പഠിച്ചു വച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ബിഗ് സൈസ് മാർക്കറ്റാണ് വിഴിഞ്ഞ പദ്ധതിയെ പോലും ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അത് തന്നെയാണ് ലോകം മുഴുവൻ നോക്കുന്നത്. 1.5 കോടിയോളം വരാവുന്ന, ഏകദേശം 60-70 കോടിയോളം പർച്ചേസിംഗ് പവറുള്ള ഒരു ഹ്യൂജ് മാർക്കറ്റാണ് എല്ലാവരെയും ഇന്ത്യയിലോട്ട് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം. വേറെയും ചില ഘടകങ്ങളുണ്ട്, എന്നാലും പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് KPMG ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ജർമ്മനി ലോകം മുഴുവൻ നോക്കുകയാണ്, എവിടെയാണ് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്. ചൈന പ്ലസ് തിയറിയിൽ ചൈനയ്ക്ക് പുറത്ത് വന്നാൽ എവിടെ പോകണമെന്ന് ലോകം മുഴുവൻ നോക്കുമ്പോൾ അവർക്ക് അവരുടെ നിരീക്ഷണത്തിൽ, അവരുടെ റഡാറിൽ ഇന്ത്യയുണ്ട്. In Asia, they prioritize India as one of their preferred locations for new investments due to the size of the population, political stability, and sustainable growth prospects. കഴിഞ്ഞ 10 വർഷമായി നിലനിൽക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള 10 വർഷം UPA ഗവൺമെൻറ്റിൻ്റെ 10, എന്തായാലും 5 വർഷം കൃത്യമായും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇലക്ഷൻ നടക്കുമെങ്കിലും 5 വർഷം ഇടവിട്ടുള്ള ഇലക്ഷനും അതിനെ തുടർന്നുണ്ടാകുന്ന പുതിയതോ നിലവിലുള്ളതോ ആയ ഭരണകൂടങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, ഭാവി വളർച്ചയുടെ സാധ്യതകൾ, ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ഇന്ത്യയാണ് ജർമ്മൻകാർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായിട്ട് അവർ കണ്ടെത്തുന്നതെന്ന് KPMGയുടെ പഠനമാണ് പറയുന്നത്. German industry was never more optimistic about the South Asian country, and more medium and small firms want to invest. ഇത്രത്തോളം താല്പര്യമുള്ളൊരു കാലം ജർമ്മൻകാരെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഏഷ്യൻ കൺട്രി, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് ഇത്രയധികം താല്പര്യമുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ മീഡിയം, സ്മോൾ സ്കെയിൽ ഒരുപാട് നിക്ഷേപങ്ങൾ ഇന്ത്യയിലോട്ട് വരാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഈ ചീഫ് എക്സിക്യൂട്ടീവായിട്ടാണ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ഓരോ രാജ്യത്തെയും പ്രീമിയർ, പ്രസിഡൻ്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ചാൻസലർ ആയാലും മറ്റ് രാഷ്ട്രങ്ങൾ സന്ദർശിക്കുന്നത് അതാത് രാജ്യങ്ങളുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ്. ഇപ്പോഴും അദ്ദേഹവും വരുന്നത് തന്നെ, ഒലോഫ് ഷോൾസും വരുന്നത് ജർമ്മനിയുടെ വിപണനം നോക്കിയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് മാർക്കറ്റ്, അതിന് പുറമെ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകാൻ അതിന് വിഴിഞ്ഞം തുറമുഖം എത്രത്തോളം അനുയോജ്യമാണ് എന്നതാണ് നേരത്തെ പറഞ്ഞ സന്ദർശനത്തിൻ്റെ രത്നച്ചുരുക്കം.
India offers a unique combination of market size, market potential, and a talent pool for German companies. But bureaucrats and regulatory hurdles are still the biggest problem. ഇന്നലെ പറഞ്ഞ മലിനീകരണ ബോർഡുകൾ ഇന്ത്യയിൽ അവിടെയായിട്ടുണ്ട്. അവരൊരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ബ്യൂറോക്രാറ്റിക് ആൻഡ് റെഗുലേറ്ററി ഹേർഡിൽസ്, ഈ പറയുന്ന ലൈസൻസ് രാജൊക്കെ എടുത്തു കളഞ്ഞെങ്കിലും അതിൻ്റെ ഹാങ് ഓവർ വിടാത്ത ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട്. കേരളത്തിലുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്. അതാണ് ഇവർ പറയുന്നത് വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ബ്യൂറോക്രാറ്റിക് ആൻഡ് റെഗുലേറ്ററി ഹേർഡിൽസ് ആണ്. അത് മാറിയാൽ മാത്രമേ അവർക്ക് സമാധാനമായി നിക്ഷേപം നടത്താൻ പറ്റുകയുള്ളൂ. അതിൻ്റെ അന്വേഷണവുമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം എത്രത്തോളം കയറ്റുമതി സാധ്യത, എത്രത്തോളം ആഗോള ചരക്കുകൾ വരാനും പോകാനും പറ്റും എന്നൊക്കെയുള്ളവ അറിയാൻ തന്നെയാണ് ഇത്രയും വരികളിൽ നിന്ന് എനിക്ക് മനസ്സിലായതും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും മനസ്സിലായിരിക്കുന്നതും എന്നാണ് സെയിലിംഗ് കമൻട്രി വിശ്വസിക്കുന്നത്. ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത മതി. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.